നിന്നെ ആരാണ് അതിനകത്ത് കടത്തിവിട്ടത്? ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ആരാണ് നിങ്ങളെ ഇതിനകത്ത് കടത്തിവിട്ടത്? നിന്നെ ഞാൻ നിങ്ങൾ ഇതിനകത്ത് പ്രവേശിച്ചുകൂടാ. എന്റെ ഓഫീസിൽ ഞാൻ പ്രവേശിച്ചുകൂടെന്ന് പറയാൻ നിങ്ങൾ? കോടതി ഉത്തരവാണ്. ലാസർ ഫിഷറീസ് കോർപ്പറേഷന്റെ എല്ലാ ഷെയറുകളും നിങ്ങളുടെ ജ്യേഷ്ഠൻ എന്റെ പേരിൽ എഴുതിയിരിക്കുകയാണ്. സോ ഇപ്പോൾ ലാസർ ഫിഷറീസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ രാജനാണ്. മിസ്റ്റർ കുര്യാക്കോസിന് പോകാം. നിൽക്കൂ. നിങ്ങളുടെ ബോട്ടുകൾ ആ ജെട്ടിയിലുണ്ട്. ഉടനെ അഴിച്ചു മാറ്റണം. Now Mr. Kuryakos is out. സ്വാമി, Congratulations, Mr. Rajan. എഴുന്നേൽക്കടോ. എഴുന്നേൽക്കാൻ. ഇതാണ് എന്റെ സീറ്റ്. കഴിഞ്ഞ 20 വർഷമായിട്ട്. എഴുന്നേൽക്കടോ. എന്താ പറയുന്നത്? കഴിഞ്ഞ 20 വർഷമായി തനിക്ക് ശമ്പളം നാളല്ലേ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയത്? അയാളോട് താൻ കാണിച്ച നന്ദിയും ബഹുമാനവും ഞാൻ കണ്ടു. രാജൻ എന്താ പറയുന്നത്? ഇന്നു മുതൽ തനിക്ക് ഇവിടെ ജോലിയില്ല. കടക്ക് പുറത്ത്. കടക്കാൻ. സ്നേഹിച്ച പെണ്ണിനെ സ്വീകരിക്കാൻ നീയെങ്കിലും ധൈര്യം കാണിക്കുക. നിനക്ക് വേണ്ടി വീടും കുടുംബവും ഉപേക്ഷിച്ചു വന്ന അവളെ നീ അനാഥയാക്കരുത്. നീ ഒരു ഭീരുവാണോ? ചുണയില്ലാത്ത നീ എന്തിനവളെ സ്നേഹിച്ചു? എന്തിനൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു? പറ. അവനെ കുറ്റപ്പെടുത്തേണ്ട രാജൻ. എതിർപ്പ് എന്റേതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിവാഹത്തിന് ഞാനും സമ്മതിക്കുന്നു. ഇൻസ്പെക്ടർ, എന്റെ മകൾ അങ്ങനെ ഒരിടത്തും പോകുന്നവളല്ല. അതെ, വല്ല വിവരവും കിട്ടിയാൽ ഉടനെ അറിയിക്കുന്നു. മകളെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവൾ എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. എന്റെ മകളെവിടെ? എനിക്ക് മറ്റൊന്നും അറിയണ്ട. നിങ്ങളുടെ മകൾ റോസ്ലിൻ വിവാഹിതയാകാൻ പോകുന്നു. എന്റെ മകൾ? ഞാൻ അറിയാതെ? ഇല്ല, അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ തന്നെ അത് നടക്കും. എടാ, നീ ഇതിനു മുമ്പും പലവട്ടം എന്റെ മുമ്പ് വന്നിട്ടുണ്ട്. എന്നെ നേരിടാൻ. പകയോടെ. ഇപ്പോഴും ഞാനാണ് വന്നിരിക്കുന്നത്. വരൻ ആരാണെന്നറിയണ്ടേ? ആ പാട്ടുകാരൻ ജോസ്. അവനോ? തന്ത ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത അവന് എന്റെ മോളെ കിട്ടാൻ എന്താണ് യോഗ്യത? തന്ത ആരാണെന്നറിയാത്തത് അവന്റെ കുറ്റമല്ല, ആ തന്തയുടെ നെറുകേടാണ്. മകന്റെ യോഗ്യതയാണ് അന്വേഷിക്കുന്നതെങ്കിൽ എങ്ങു നിന്നോ വന്ന് അവൻ നിങ്ങളുടെ മകളെ ചതിച്ചില്ല. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവളെ ഈ കഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ല. ആ നിലയ്ക്ക് അവൻ നിങ്ങളെക്കാൾ യോഗ്യനാണ്. എന്ത് പറഞ്ഞ? എന്റെ മേൽ കൈവച്ചാൽ അതിന്റെ പാട് നിങ്ങളുടെ മകളുടെ ശരീരത്തിൽ കാണും. നീ എന്നെ നശിപ്പിച്ചു, എന്റെ കുടുംബം തകർത്തു. നീ എന്ത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ ചെയ്ത തെറ്റ് രാജൻ അറിഞ്ഞോ? ആ വർക്കിയും മകനും നിനക്കെതിരായി കോടതിയിൽ പോകുന്നു. സാർ വിഷമിക്കുന്ന? എന്റെ വിഷമം നിന്നെ കുറിച്ചാണ്. രാജൻ എന്റെ പേരുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണല്ലോ ഇത് ഏറ്റെടുത്തത്. അതുമൂലം നിനക്കൊരു അപകടം സംഭവിക്കുമ്പോ ഞാൻ കണ്ടു നിൽക്കില്ല. രാജൻ ഒരു കാര്യം ചെയ്യൂ, ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരൂ. എന്താണിത്? നമ്മൾ നിന്റെ പേർക്ക് എഴുതിയ സ്വത്ത് തിരിച്ചെഴുതൂ. ആരുടെ പേർക്ക്? എന്റെ പേർക്ക്. പെട്ടെന്ന് വേണോ? വേണം. രാജന് എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, നീ എനിക്ക് എന്റെ മകനെ പോലെയാണ്. മകൻ അച്ഛനെ ദ്രോഹം ചെയ്യരുതല്ലോ. എന്ന് വെച്ചാൽ? ഞാൻ ഈ കടലാസിൽ ഒപ്പുവെക്കില്ല. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ഈ കാര്യത്തിലില്ല. എടാ, നിനക്കെന്റെ സ്വഭാവം അറിയാമല്ലോ. അറിയുന്നോണ്ടാണല്ലോ ഞാൻ നിങ്ങളെ അനുസരിക്കാത്തത്. രാജൻ, ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല.
എന്നെ കൊല്ലില്ല. ഈ സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ആരാണ് അവിടെ കുടി കെട്ടുന്നത്? അറിയില്ല മുതലാളി. പോയി പൊളിച്ചു കളയാ. വരുന്നതാ വരി. ആരാണ് അവിടെ കുറിഞ്ഞു കെട്ടുന്നത്? ഞാനാ. ഉടനെ പൊളിച്ചു മാറ്റിക്കോ. മുതലാളി വൈകിട്ട് ഈ വഴിക്ക് പോകുമ്പോ കണ്ടുപോകരുത്. ആര്? മുതലാളിയോ? ഏത് അവനാൽ ഈ കുടിൽ ഇവിടെ തന്നെ കാണും. ഇത് പുറമ്പോക്ക. നിന്റെ ഒരു പുറമ്പോക്കൻ. പൊളിക്കണം വാസു.